മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധന ആരംഭിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന വിദഗ്ധ പരിശോധന നടക്കുന്നത്. 1895 നിർമ്മാണം പൂർത്തീകരിച്ച അണക്കെട്ടിന്റെ 130 വർഷത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ പഠിക്കാനാണ് പരിശോധന. 12 ദിവസം തുടരുന്ന പരിശോധനയിൽ അണക്കെട്ട് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിൽ നിന്നും എത്തിച്ച ഉപകരണം ഉപയോഗിച്ച് 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങൾ തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന നടത്തുക. ഇത് പൂർത്തിയാക്കിയ ശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളെ തിരിച്ച് വീണ്ടും പരിശോധിക്കും. ഏറ്റവും ഒടുവിലായി അണക്കെട്ടിന് മധ്യഭാഗത്ത് 10 അടി വീതമായി ഭാഗിച്ച് ചിത്രങ്ങൾ എടുക്കും. 2011 മാർച്ചിൽ പരിശോധന നടത്താൻ ഒരുങ്ങിയെങ്കിലും ഉപകരണം തകരാറിലായി പരിശോധന മുടങ്ങുകയായിരുന്നു. വീണ്ടും 14 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശോധന നടത്തുന്നത്. മുൻപ് കേരളം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിന്റെ 110 അടിക്ക് താഴെ സിമന്റ് പാസ്റ്റർ ഇളകിയും സുർക്കി മിശ്രിതം പോയി കരിങ്കല്ലുകൾ തെളിഞ്ഞ അവസ്ഥയിലുമായിരുന്നു. എന്നാൽ ഈ പഠനം അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായില്ല. ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ സെൻട്രൽ സോയിൽ മെറ്റീരിയൽ റിസർച്ച് സെക്ഷൻ ശാസ്ത്രജ്ഞർ സെന്തിൽ വിജയ്, ഡോക്ടർ ജോയ് ലിംഗസ്വാമി, ലാബ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ദീപക് കുമാർ ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുന്നത്. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 133.80 അടി വെള്ളമാണ് ഉള്ളത്. കൈരളി ന്യൂസ്, ഇടുക്കി.